ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ആദ്യത്തെ യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അതെല്ലാം അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരത് കാണുക. വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് തുടങ്ങുമ്പോൾ ആദ്യം തന്നിരിക്കുന്നത് നോക്കാം. ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഓക്കെ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ഒരു പോമാണ്. എമിലി ഡിക്കിൻസൺ ആണ് അത് എഴുതിയിരിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യം ഇതിലെ പോയിട്രി റീഡ് ചെയ്യാം. ദെൻ അപ്രിസിയേഷൻ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലെറ്റ്സ് അപ്രീഷിയേറ്റ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Hope is the thing with feathers. Emily Dickinson. Hope is the thing with feathers that perches in the soul and sings the tune without the words and never stops at all. And sweetest in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. ഓക്കെ, എമിലി ഡിക്കിൻസണിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. Appreciation of the poem. Emily Dickinson is creating a metaphor of hope through a bird. അപ്പോൾ ഇവിടെ ഒരു ബേർഡിൻ്റെ ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഒരു ബേർഡ് ഇല്ല. ബേർഡിലൂടെ എന്താ കാണിച്ചു തരുന്നത്? പ്രത്യാശ, ഹോപ്പാണ് ഇവിടെ ശരിക്ക് ഈ ബേർഡിലൂടെ നമുക്ക് മെറ്റഫർ എന്താണ്? ഹോപ്പ് ത്രൂ എ ബേർഡ്. The hope that is within the speaker is much like a bird that continues to fly inside her while we may all experience some dark times. Hope can offer some encouragement. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഈ ഓതർ എമിലി ഡിക്കിൻസൺ തന്നെയാണ് ഇവിടെ സ്പീക്കർ. അവരുടെ ഉള്ളിലുള്ള ആ ഒരു പ്രതീക്ഷയാണ് അല്ലേ, ഈസ് മച്ച് ലൈക്ക് എ ബേർഡ്. ആ ഒരു ബേർഡിനെ പോലെ തന്നെയാണ്, അതായത് പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബേർഡ് അല്ലേ. അപ്പോൾ ഇവരുടെ മനസ്സിലെ പ്രതീക്ഷകളും അതുപോലെ ഫ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഡാർക്ക് ടൈംസ് വരും, മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോഴൊക്കെ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലേ. ഹോപ്പ് ക്യാൻ ഓഫർ സം എൻകറേജ്മെന്റ്. ഹോപ്പാണ് നമ്മളെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ദ പോയം ഓപ്പൺസ് വിത്ത് ദ ലൈൻ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പോയട്രി തുടങ്ങുന്നത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഇവിടെ ഹോപ്പ് എന്ന് പറയുന്നതിന് ബേർഡുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ മെറ്റഫർ. ആൻഡ് ദിസ് സ്റ്റാർട്ട്സ് എ കമ്പാരിസൺ ഓഫ് എ ബേർഡ്. ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റാൻസ റീഡ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അപ്പോൾ ഇവിടെ ഒരു ബേർഡ് പാട്ട് പാടുന്നുണ്ട്, പക്ഷെ വേർഡ്സ് ഒന്നുമില്ല. പക്ഷെ ആ ബേർഡ് എന്ത് ചെയ്യുന്നില്ല? ആ പാട്ട് നിർത്തുന്നതുമില്ല. അതാണ് അവിടുത്തെ പ്രതീക്ഷ. നമ്മൾ പ്രതീക്ഷയോടെയാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഹോപ്പാണ് അവിടെ കാണുന്നത്. For the speaker, the hope that is inside continues to sing at all times, even when there are no words to sing. The bird continues to create a song. അതായത് പാട്ട് പാടാൻ വാക്കുകൾ ഇല്ലെങ്കിലും ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വേർഡ്സ് ഒന്നുമില്ല പാട്ടിൽ, പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണു. For the speaker, hope stays present, always singing, always flying. അപ്പോൾ ഇവിടെ സ്പീക്കറിന് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പ്രസന്റ് ആണ്. ഓൾവേസ് എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു, എപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഹോപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പോയമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്രിസിയേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. ലൈൻസ് വെച്ചിട്ട് അതിൻ്റെ ഓരോ ലൈനിൻ്റെ മീനിങ്ങും എടുത്തിട്ട് അപ്രിസിയേഷൻ എഴുതാം കേട്ടോ. ഞാനിത് വളരെ ചെറുതായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം? ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ബേർഡ് വിത്ത് ഫെദേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ദ വേർഡ്സ് ഹോപ്പ് പെർച്ചസ് ഇൻ ദ സോൾ? It is a pure comforting melody that springs from the soul, representing deep longing for better time. കണ്ടല്ലോ, അതായത് ഒരു എന്താ പറയുക, മനസ്സിൽ നിന്ന് ആത്മാവിൻ്റെതായിട്ട് വരികയാണ്. നമ്മൾ ഡീപ്പായിട്ട് ലോങ്ങിങ് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ് നമുക്ക് നാളെ ഒരു ബെറ്റർ ടൈം വരും. The poet means that hope resides deep within a person's inner being or spirit. Okay, next. What is special about the song that the bird sings? എന്താണ് ബേർഡ് സിങ്സ്? അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? The song is special because it is sung without the words and never stops at all. ഈ പാട്ടിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു പാട്ടില്ല, വേർഡ്സേ ഇല്ല.
പിന്നെ ആ പാട്ട് നിർത്തുന്നതുമില്ല. സിഗ്നിഫൈങ് ഹോപ്സ് കോൺസ്റ്റന്റ് ആൻഡ് ഇൻഹറന്റ് പ്രസന്റ്. ഇവിടെ നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഈസ് ദ ബേർഡ് സോങ് ഹേർഡ് ഇൻ ദ ഗെയിൽ? Answer, the bird song is heard as sweetest in the gale, meaning it is the most profound and comforting during times of hardship or adversity. അപ്പോൾ നമുക്ക് ഓരോ ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഡിഫിക്കൽട്ട് ടൈംസ് വരുമ്പോൾ നമ്മുടെ മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ പാടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വേർഡ്സ് ഇല്ല അതിന്, ആ പ്രതീക്ഷ എന്ന് പറയണതിന്. അതാണ് ഇവിടുത്തെ മീനിങ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് മാറും എന്നുള്ളത്. Where has the poet heard the bird song? എവിടെ നിന്നാണ് കേട്ടത്? The poet has heard the bird song in the chillest land and on the strangest sea. What do chillest land and strangest sea represent? എന്താണത്? chillest ആണ് ഇത്, സ്പെല്ലിംഗ് ഇല്ല. chillest land and strangest sea represent the most difficult, unfamiliar or challenging circumstances and places one might encounter in life. അപ്പോൾ ഇതെന്താണ്? chillest land and strangest seaയും എന്താണെന്നറിയോ? അത് റെപ്രസെൻ്റ് ചെയ്യണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയങ്ങൾ ഉണ്ടാവും, നമ്മൾ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലേ, അത് നമ്മളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് ഈ ചില്ലസ്റ്റ് ലാൻഡും സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയണത് കേട്ടോ. നെക്സ്റ്റ്, അപ്പം നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ലെറ്റ്സ് അപ്രിഷിയേറ്റിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അത് നോക്കാം. വാട്ട് ഡസ് ദ സ്റ്റോം ഇൻഡിക്കേറ്റ് ഇൻ ദ പോയം? The storm indicates adversity, hardship, or difficult life experiences that could potentially diminish or abash hope. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രതീക്ഷയെ തകർക്കുന്ന കാര്യങ്ങൾ വരില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ, ഹാർഡ്ഷിപ്പ്, ഡിഫിക്കൽട്ട് ലൈഫ് എക്സ്പീരിയൻസസ്, ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ ചെറുതായിട്ടൊന്ന് താഴ്ന്നു പോലെ, നഷ്ടപ്പെടുന്ന പോലെ ആവും. അതാണ് ഇവിടെ സ്റ്റോം, കൊടുങ്കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ലൈൻസ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംപ് ഓഫ് മീ? The poet means that hope, even in the most extreme or desperate situations, never demands anything in return or requires sustenance from the individual. It is a self-sufficient and unconditional present. നമ്മൾ ഈ ഹോപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ച് ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചൊന്നും അവിടെ ഡിമാൻഡ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഹോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേർഡ് സിങ് ചെയ്യുന്നുണ്ട്, ബേർഡ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സിങ് ചെയ്യണു എന്നതാണ് ആ പോയട്രിയിൽ അതിൻ്റെ മീനിങ് വരുന്നത്. How do the images of the bird and the storm help us understand the poem? The image of the bird symbolizes the resilient and comforting nature of hope, while the storm represents the challenging hope endures. Together they illustrate hope's unwavering presence and strength even amidst life's difficulties. അപ്പോൾ ഇവിടെ ബേർഡും അതുപോലെ തന്നെ സ്റ്റോമും ഉണ്ട്. ബേർഡ് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ഹോപ്പിനെയാണ്, പ്രതീക്ഷേനെയാണ്. അതുപോലെ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചാലഞ്ചസിനെയാണ്. ഹോപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ട് വരും, നമ്മുടെ പ്രതീക്ഷേനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, അതിനെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വരുന്ന സമയത്ത് ടുഗെദർ അത് ഒരു ഹോപ്പ് അൺവേവറിങ് പ്രസൻസ് ആണ്. ഹോപ്പിൻ്റെ ഒരു അൺവേവറിങ് പ്രസൻസും ഒരു സ്ട്രെങ്ത് ഓഫ് നമ്മൾ എന്ത് ഡിഫിക്കൽട്ടി വന്നാലും ലൈഫിൽ കിട്ടുന്ന ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.